നൈറ്റ് ആകുമ്പോൾ അതീത് പെങ്ങിൻ്റെ അടുത്ത് വന്ന് ഗുഡ് നൈറ്റ് പറയുന്നു. പക്ഷേ പെങ് അവനെ ഇഗ്നോർ ചെയ്ത് അവിടുന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. അതീത് അവളെ തടഞ്ഞ് അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുന്നു. പെങ് പെട്ടെന്ന് ചെറുതായി പേടിയുണ്ട്. നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എന്താ എന്നോട് ഇപ്പോഴും ദേഷ്യത്തിലാണോന്ന് അവൻ ചോദിക്കുന്നു. പെങ് അല്ലാന്ന് പറയുന്നു. നീ എൻ്റെ മദറിന് കുറച്ചുകൂടി ടൈം കൊടുക്കാൻ അതീത് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചെയ്യാനായി വേറെയും കുറേ കാര്യങ്ങളുണ്ടെന്നവൾ പറയുന്നു. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പെങ്ങിനെ കിഡ്നാപ്പ് ചെയ്ത് ആ ഗുണ്ടകൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നതാണ്. അവർ കീഴടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണ് അതിനെ ഷൂട്ട് ചെയ്തതെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ഓഫീസർ അവരോട് ചോദിക്കുന്നു. അവർ പരസ്പരം നോക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ തനോൻ അതിനെ കാണാൻ വരുന്നു. എനിക്ക് നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തനോൻ പറയുമ്പോൾ എന്താ നീ ലിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണോ എന്ന് അതീത് ചോദിക്കുന്നു. അവൻ അതീന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം എൻ്റെ ഗസ് ശരിയായിരുന്നു. ഞാൻ ലിങ്ങിനെ സർപ്രൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് നിന്റെ ഹെൽപ്പ് വേണം, പെങ്ങിൻ്റെ ഹെൽപ്പ് വേണം. സത്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ലയെന്ന് തനോൻ പറയുന്നു. ഞാൻ എന്തായാലും നിന്നെ ഹെൽപ്പ് ചെയ്യാം. പെങ്ങിൻ്റെ കാര്യം നീ തന്നെ അവളോട് പോയി സംസാരിക്കാൻ അവൻ പറയുന്നു. എന്താ നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഫൈറ്റ് ചെയ്തോന്ന് തനോൻ ചോദിക്കുമ്പോൾ അതീത് അതേന്ന് പറയുന്നു. അവർ രണ്ടുപേരും കൂടി പെങ്ങിനെ കാണാൻ വരുന്നു. ഞാൻ ലിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യാൻ പോവുകയാണ്. അതിനെനിക്ക് നിന്റെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ടെന്ന് തനോൻ പറയുന്നു. ഇത് കേട്ട് പെങ് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പെങ് ചോദിക്കുമ്പോൾ നീയും അതീതും കൂടി ഡിസ്കസ് ചെയ്ത് ലിങ്ങിനെ ഞാൻ എങ്ങനെ പ്രൊപ്പോസ് ചെയ്യണമെന്ന് ഒരു ഐഡിയ കണ്ടെത്താൻ പറയുന്നു. ഈ സീനിൽ പെങ് തനോനു വേണ്ടി സർപ്രൈസ് പ്ലാൻ ചെയ്യാണ്. അതീത് അവിടേക്ക് വന്ന് അവളുടെ അടുത്തിരിക്കുന്നു. പെങ് അവിടെ എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ നിനക്ക് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സാരമില്ല, ഞാൻ തനോനോട് പറയാമെന്ന് അതീത് പറയുന്നു. തനോനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾക്കിടയിൽ ഈ പ്രശ്നം ലിങ് അറിയരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് അവരുടെ ലൈഫിലെ ഹാപ്പി മൊമെൻ്റ് ആണ്. നമ്മുടെ പ്രശ്നം അറിഞ്ഞ് അവർ വറി ചെയ്യാൻ പാടില്ല എന്ന് പെങ് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് നിനക്ക് സ്മൈൽ ചെയ്യുന്ന പോലെ ഫോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് അവൻ ചോദിക്കുന്നു. അവരുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പെങ് പറയുന്നു. നീ എന്നെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും കുറിച്ച് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് അതീത് സാഡായി പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. പെങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വെള്ളമായിട്ട് അതീത് വരുന്നു. തൻ്റെ പ്ലാനെ കുറിച്ചെല്ലാം അവൾ അതീതുമായി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവളുടെ അടുത്ത് വന്ന് നിന്ന് അതീത് ആ പ്ലാനെല്ലാം നോക്കുന്നു. പെങ് കുറച്ച് അൺകംഫർട്ടബിൾ ആകുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കുന്ന അതീത് നീ എന്താ എന്നെ ഹേറ്റ് ചെയ്യുന്നു ചോദിക്കുന്നു. അവൾ ഇല്ലാന്ന് പറയുമ്പോൾ പിന്നെ നീ എന്തിനാ എന്നെ അവോയ്ഡ് ചെയ്യുന്ന അവൻ ചോദിക്കുന്നു. നീയുമായി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പറഞ്ഞ് അവൾ ചേറ് മാറ്റി മാറിയിരിക്കുന്നു. ഇത് കണ്ട് അതീത് സാഡ് ആകുന്നുണ്ട്. അവനോടൊന്ന് പോകുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ തന്നോട് പ്രൊപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ പ്ലാനിങ്ങും അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കോർട്ട് മതിൽ നിൽക്കുമ്പോൾ നീ പെങ്ങിനെ ലൈക്ക് ചെയ്യുന്ന കാര്യം നീ എന്താ എന്നോട് പറയരുതെന്ന് കോർട്ട് അതീതിനോട് ചോദിക്കുന്നു. അതീത് അവനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ലിങ്ങുമായി പെങ് അവിടേക്ക് വരുന്നു. അതീത് പെങ്ങിനെ നോക്കി നിൽക്കുന്നുണ്ട്. കോർട്ട് ലിങ്ങിനോട് വന്ന് ഫോട്ടോസ് എടുക്കാൻ പറയുന്നു. അതീതും പെങ്ങും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് മ്യൂസിക് പ്ലേ ചെയ്യുന്നു. തനോൻ അവിടേക്ക് വരുന്ന കണ്ട് ലിങ് ആകെ സർപ്രൈസ് ആകുന്നുണ്ട്. തനോൻ വന്ന് മാരേജിന് വേണ്ടി ലിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യുന്നു. നീ സത്യത്തിൽ എന്നെ മാരി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ലിങ് ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും എൻ്റെ ഫുൾ ലൈഫും നിന്റെ കൂടെ മാത്രം സ്പെൻഡ് ചെയ്യാനാ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് അതീത് പെങ്ങിനെ നോക്കുന്നു. പെങ് അതീതിനെ തനോൻ ഒഫീഷ്യലി ലിങ്ങിനെ പ്രൊപ്പോസ് ചെയ്യുന്നു. അവൾ സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം കോർട്ട് അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അതീത് പെങ്ങിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇവരെ പോലെ നമുക്കും ഹാപ്പിയായി ജീവിച്ചൂടെന്ന് ചോദിക്കുന്നു. ലൈഫ് അത്ര ഈസി അല്ല എന്ന് പെങ് പറയുമ്പോൾ എല്ലാവരുടെയും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ട്. അത് നമ്മൾ ധൈര്യത്തോടെ ഫേസ് ചെയ്താൽ എല്ലാം പോസിബിൾ ആകുമെന്ന് അവൻ പറയുന്നു. പക്ഷേ എന്താണ് പോസിബിൾ ആകുന്നത്, എന്താണ് പോസിബിൾ ആകാത്തതെന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് പെങ് പറയുന്നു. കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ ക്രിമിനൽസിനെ പോലീസ് പിടിച്ച സ്ഥിതിക്ക് നീ എന്നെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ഞാൻ താമസിക്കാനായി എൻ്റെ പഴയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അവൾ പറയുന്നു. നീ എപ്പോഴാണ് പോകാൻ പോകുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ
ഇന്ന് തന്നെയെന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ കോർട്ട് അവിടേക്ക് വന്ന് അവരോട് ഫോട്ടോസ് എടുക്കാൻ പറയുന്നു. പെങ് സമ്മതിക്കുന്നില്ലെങ്കിലും കോർട്ട് അവരെ ഫോഴ്സ് ചെയ്ത് ഒരുമിച്ച് നിർത്തി ഫോട്ടോസ് എടുക്കുന്നുണ്ട്. കോർട്ട് അവരോട് കുറച്ചെങ്കിലും സ്മൈൽ ചെയ്യാൻ പറയുന്നു. സോ അവർ രണ്ടുപേരും സ്മൈൽ ചെയ്യുന്നുണ്ട്. കോർട്ട് അതിനോട് പെങ്ങിനെ ഹഗ് ചെയ്യാൻ പറയുന്നു. സോ അങ്ങനെ അവർ പോസ്റ്റ് ചെയ്ത് കുറെ ഫോട്ടോസ് എടുക്കുന്നു. ഇവരെല്ലാവരും അവിടെ നിൽക്കുമ്പോൾ പെങ്ങിന് മാർക്കിന്റെ കോള് വരുന്നു. അവൾ ആ കോൾ ആൻസർ ചെയ്യുന്നില്ല. അതീത് അവളുടെ അടുത്തേക്ക് വരുമ്പോൾ പെങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതീത് സാഡ് ആകുന്നു. നെക്സ്റ്റ് ഡേ പെങ് അവളുടെ അങ്കിളിന്റെ അടുത്ത് വന്ന് ബാങ്കോക്കിലേക്ക് പോകാൻ തനിക്ക് പെർമിഷൻ വേണമെന്ന് പറയുന്നു. അവൾക്ക് ബാങ്കോക്കിൽ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു. മാത്രമല്ല തന്റെ മദറിന്റെ മർഡർ കേസ് ഫയൽ ചെയ്യണം. അദ്ദേഹം പെർമിഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് സീനിൽ പെങ്ങിനെ ബാങ്കോക്കിലാണ് കാണിക്കുന്നത്. അവളെ കാണാനായി മാർക്ക് വരുമ്പോൾ ഞാനിവിടെ എൻ്റെ കസ്റ്റമറിനെ കാണാൻ വന്നയാണെന്ന് അവൾ പറയുന്നുണ്ട്. ഞാനാണ് നിന്റെ കസ്റ്റമർ എന്ന് അവൻ പറയുന്നു. ഇത് കേട്ട് അവൾ ഷോക്ക് ആകുന്നുണ്ട്. നീ എൻ്റെ കോഴ്സൊന്നും ആൻസർ ചെയ്യാത്തോണ്ടാ ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നേന്ന് അവൻ പറയുന്നു. ഞാൻ ബിസി ആയിരുന്നു എന്ന് അവൾ പറയുമ്പോൾ അതീത് കാരണമല്ലേ നീ എന്നെ ഇഗ്നോർ ചെയ്യുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അവൾ അല്ലാന്ന് പറയുന്നു. ഞാൻ സത്യത്തിൽ ബിസി ആയിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ ഡയറിയിൽ ഒരു ഡ്രോയിങ് അവൻ കാണുന്നു. ഈ ഡ്രോയിങ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവൻ പറയുമ്പോൾ നിനക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോന്ന് പെങ് ചോദിക്കുന്നു. എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഇതുപോലുള്ള ടാറ്റു ഞാൻ ആരുടെ ദേഹത്ത് കണ്ടിട്ടുണ്ട്. ആരാണെന്ന് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല എന്ന് അവൻ പറയുന്നു. നിനക്ക് എന്തെങ്കിലും ഓർമ്മ വരികയാണെങ്കിൽ എന്നോട് പറയണം, കാരണം ഇതെന്നെ സംബന്ധിച്ച് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവൾ പറയുന്നു. അവൻ അവളോട് ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും ഓർമ്മ വന്നാലോ എന്ന് അവൻ പറയുന്ന കേട്ട് അവൾ സമ്മതിക്കുന്നു. നെക്സ്റ്റ് സീനിൽ പെങ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അതീത് അവിടേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി വെളിയിലേക്ക് വരുന്നുണ്ട്. അവൻ അവളെ കണ്ട് അവളാകെ ഷോക്കാകുന്നു. നീ ഇവിടെ എന്ത് ചെയ്യാണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. നീ എന്താ എൻ്റെ കോഴ്സ് ഒന്ന് ആൻസർ ചെയ്യണമെന്ന് അവൻ ചോദിക്കുന്നു. എൻ്റെ അങ്കിളാണോ നിന്നെ ഇവിടേക്ക് വിട്ടത്? അദ്ദേഹം എന്തിനാ എന്നെ തടയാൻ ശ്രമിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു. കേസ് ഫയൽ ചെയ്തെന്ന് അതീത് അവളോട് പറയുന്നുണ്ടെങ്കിലും പെങ് കേൾക്കുന്നില്ല. എൻ്റെ മദറിനെ കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയണം, എൻ്റെ മദറിൻ്റെ മർഡറിനെ കുറിച്ച് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് അവൾ ഓഫീസറിനെ കാണാനായി അകത്തേക്ക് പോകുന്നു. അതീതും അവളുടെ പിറകെ പോകുന്നുണ്ട്. അവൾ ഓഫീസറിൻ്റെ അടുത്ത് വന്ന് എൻ്റെ മദറിൻ്റെ മർഡറിനെ കുറിച്ച് എനിക്ക് അറിയണം എന്ന് പറയുന്നു. അദ്ദേഹം അവളുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് എല്ലാം വാങ്ങിക്കുന്നുണ്ട്. കുറച്ചു നേരം ചെക്ക് ചെയ്ത ശേഷം ഇവിടെയുള്ള ഇൻഫർമേഷൻ വെച്ച് നിന്റെ മദറിനെ കൊന്നത് ഒരാളാണ്, അയാൾ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന് പോലീസ് ഓഫീസർ പറയുന്നു. അയാളുടെ പേരെന്താണെന്ന് പെങ് ചോദിക്കുമ്പോൾ അതീത് വീണ്ടും അവളെ തടയുന്നുണ്ട്. പക്ഷെ അവൾ ഒന്നും കേൾക്കുന്നില്ല. ഓഫീസറിനോട് മർഡറിന്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. നിന്റെ മദറിനെ കൊന്നത് നിന്റെ ഡാഡാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ട് പെങ് ഒരുപാട് ഷോക്കാകുന്നു. ഇതൊരിക്കലും സംഭവിക്കില്ല, ഞാൻ ഇതൊരിക്കലും വിശ്വസിക്കില്ല. എൻ്റെ ഫാദർ മദറിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു, അദ്ദേഹത്തിന് മദറിനെ കൊല്ലാൻ പറ്റില്ല എന്നെല്ലാം അവൾ പറയുന്നു. ഞങ്ങളുടെ പക്കൽ എവിഡൻസ് ഉണ്ട്, എവിഡൻസാണ് ഞങ്ങളുടെ പ്രൂഫ് എന്ന് പോലീസ് ഓഫീസർ പറയുന്നു. ഇത് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞ് അവൾ അവിടുന്ന് പോകുന്നുണ്ട്. അതീത് അവളുടെ പിറകെ വരുന്നു. എന്താ നിങ്ങൾ എല്ലാവരും ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അവൾ ചോദിക്കുമ്പോൾ എല്ലാ എവിഡൻസും നിന്റെ ഫാദറിന് എഗൻസ്റ്റ് ആണ്. നിന്റെ മദറിന്റെ മർഡറിന് മുന്നേ നിന്റെ പേരൻസ് തമ്മിൽ ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ഈ ഫൈറ്റ് നടക്കുമ്പോൾ അബദ്ധത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് അതീത് പറയുന്നു. എൻ്റെ ഫാദർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. നിനക്ക് ഇങ്ങനെ തോന്നിയെങ്കിൽ നീ എൻ്റെ കാര്യത്തിൽ ഇൻവോൾവ് ആവേണ്ട ആവശ്യമില്ല. എൻ്റെ ഫാദർ ഇന്നോസെന്റ് ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്യുമെന്ന് അവൾ പറയുന്നു. നിന്നെ ഇങ്ങനെ സാഡായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല എന്ന് അതീത് പറയുമ്പോൾ നിന്റെ ഫാദർ എൻ്റെ ഫാദറിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു, അദ്ദേഹം ഇതെങ്ങനെ വിശ്വസിച്ചു എന്ന് പെൺ ചോദിക്കുന്നുണ്ട്. അവൾ ഒരുപാട് കരയുന്നുണ്ട്. തന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. രാത്രിയിൽ അവളുടെ റൂമിൽ ഇരുന്ന് അവൾ ഒരുപാട് കരയുന്നു. അതീത് അവളുടെ റൂമിന്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പെൺ മാർക്കിനെ കോൾ ചെയ്ത് മീറ്റ് ചെയ്യാൻ വരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. അവർ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് അതീത് കാണുന്നുണ്ട്. അവനും അവളെ ഫോളോ ചെയ്യുന്നു. അവർ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നു. പെൺ മാർക്കിനോട് നിനക്ക് ആ ടാറ്റൂവിനെ കുറിച്ച് എന്തെങ്കിലും ഓർമ്മ വന്നോ ചോദിക്കുന്നു. ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതുവരെ എനിക്കൊന്നും ഓർമ്മ വന്നില്ല എന്ന് മാർക്ക് പറയുന്നു. ഞാൻ ഒരു മർഡറിനെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് പെങ് പറയുന്നുണ്ട്.
അപ്പോഴേക്കും അതീത് അവിടേക്ക് വരുന്നു. നീ എന്താ ഞാൻ പറയുന്ന ഒരു കാര്യം കേൾക്കാത്തേന്ന് അവൻ അവളോട് ചോദിക്കുന്നു. എന്നെ ഫോളോ ചെയ്തെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലെന്ന് പെങ് ചോദിക്കുമ്പോൾ അതീത് അവളോട് നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാമെന്ന് പറയുന്നു. പക്ഷേ പെങ് സമ്മതിക്കുന്നില്ല. ഇവളെയും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേന്ന് അതീത് മാർക്കിനോട് ചോദിക്കുമ്പോൾ ഞാനാണ് മാർക്കിനെ വിളിച്ചത്, അല്ലാതെ മാർക്കല്ല എന്നെ വിളിച്ചത്. എനിക്ക് മാർക്കിനോട് പ്രൈവറ്റായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പൊയ്ക്കോളാമെന്ന് അവൾ പറയുന്നു. നിങ്ങൾ സംസാരിച്ച് കഴിയുന്നവരെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്ന് അതീത് പറയുന്നു. പെങ് മാർക്കിനോട് നമുക്ക് മറ്റെവിടെയെങ്കിലും പോയി സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. അതീത് മാർക്കിനെ നോക്കുന്നു. ഞങ്ങളെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞ് മാർക്ക് അവിടുന്ന് പോകുന്നുണ്ട്. അതീതിനാകട്ടെ ഒരുപാട് ദേഷ്യം വരുന്നു. പെങ്ങിനെയും കൂട്ടി മാർക്ക് വരുന്നത് അവൻ്റെ ബിൽഡിങ്ങിന് ഫ്രണ്ടിലേക്കാണ്. ടാറ്റൂവിനെ കുറിച്ച് ഞാൻ എന്തെങ്കിലും ഓർക്കുകയാണെങ്കിൽ നിന്നെ അറിയിക്കാമെന്ന് മാർക്ക് പറയുന്നു. പെങ് അവനോട് താങ്ക്സ് പറയുന്നുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് എൻ്റെ കൂടെ റൂമിലേക്ക് വന്ന് നീ എന്തെങ്കിലും കഴിക്കാൻ പറയുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പോകാണെന്ന് പറഞ്ഞ് അവൾ പോകാൻ തുടങ്ങുമ്പോൾ മാർക്ക് അവളെ തടയുന്നു. എനിക്ക് നിന്നോട് എന്നെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് മാർക്ക് പറയുന്നു. നിനക്ക് പറയാനുള്ളത് ഇവിടെ വെച്ച് പറയാൻ പെങ് പറയുമ്പോൾ അത് പോസിബിൾ അല്ല, നീ അകത്തേക്ക് വരാൻ അവൻ പറയുന്നു. എനിക്കിപ്പോൾ അത്യാവശ്യമായിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് അവൾ പറയുന്നു. എന്നിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ മാർക്ക് വീണ്ടും അവളെ തടയുന്നു. അവളുടെ കയ്യിൽ പിടിച്ച് അവളെയും കൂട്ടി റൂമിലേക്ക് പോകാൻ തുടങ്ങുന്നു. പെങ്ങിന് പോകാൻ താല്പര്യമില്ലായിരുന്നു. പെട്ടെന്ന് അതീത് കാറുമായിട്ട് അവിടേക്ക് വരുന്നു. അവനെ അവിടെ കണ്ട് അവൾ ഒരുപാട് ഹാപ്പിയാകുന്നു. നിന്റെ കാര്യങ്ങൾ കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് അതീത് പെങ്ങിനോട് പറയുന്നു. അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. പെങ് ഒന്നും മിണ്ടാതെ അതീതിൻ്റെ കാറിൽ വന്നിരിക്കുന്നു. അതീത് അവളെയും കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് മാർക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവർ രണ്ടുപേരും കാറിലിരിക്കുമ്പോൾ തനോൻ അതീതിനെ കോൾ ചെയ്യുന്നു. എന്താ പെങ്ങിനെ നിനക്ക് കിട്ടിയോന്ന് തനോൻ ചോദിക്കുന്നുണ്ട്. അതീത് കിട്ടിയെന്ന് പറയുന്നു. നീ ഇനി ഒരിക്കലും പെങ്ങിനെ മാർക്കിൻ്റെ കൂടെ ഒറ്റയ്ക്ക് വിടരുതെന്ന് തനോൻ പറയുന്നു. അവനീ പറയുന്നതെല്ലാം പെങ്ങും കേൾക്കുന്നുണ്ടായിരുന്നു. പെങ്ങ് നിന്നോട് എന്ന് ക്ഷമിക്കുന്നെല്ലാം തനോൻ ചോദിക്കുന്നു. നീ സ്പീക്കറിലാണെന്ന് അതീത് പറയുന്നുണ്ട്. അവൾ തനോനോട് ഹലോ പറയുന്നുണ്ട്. തനോൻ ഒന്ന് ചമ്മുന്നു. നിങ്ങൾ സംസാരിക്കാൻ പറഞ്ഞ ശേഷം അവൻ കോൾ കട്ട് ചെയ്യുന്നുണ്ട്. അതീത് പെങ്ങിനോട് നീ എന്തിനാ മാർക്കിനെ കാണാൻ പോയെന്ന് ചോദിക്കുന്നു. പക്ഷേ അവൾ പറയാൻ തയ്യാറാകുന്നില്ല. നിന്റെ ലൈഫിൽ സംഭവിച്ച ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. ഐ ആം റിയലി സോറി. ഇനി എന്നും നിന്നെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അവൻ പറയുന്നു. പക്ഷെ നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന് അവൾ ചോദിക്കുമ്പോൾ നീ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവൻ പറയുന്നു. നീ എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ മദറിനെ കൊന്നത് എൻ്റെ ഫാദർ ആണെന്ന് പറഞ്ഞ എല്ലാ ആളുകളെയും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് ആ വിറ്റ്നസിൻ്റെ എല്ലാ ഇൻഫർമേഷൻസ് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും വിറ്റ്നസിൻ്റെ അഡ്രസ്സ് വെച്ച് ഒരു ലേഡിയെ കാണാൻ വരുന്നു. ഇവർ പണ്ട് ആ ഹോട്ടലിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെങ് വന്ന ലേഡിയോട് 8 വർഷം മുന്നേ നടന്ന മർഡർ കേസിനെ കുറിച്ച് ചോദിക്കുന്നു. ആ കേസ് എന്നെ ക്ലോസ് ചെയ്താണ്, എനിക്കിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് ആ ലേഡി ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. പെങ് അപ്പോൾ മാർക്കിനെ അവിടെ കാണുന്നു. അവനെ അവിടെ കണ്ട് അവൾ പേടിക്കുന്നുണ്ട്. അതീത് മാർക്കിനെ കാണുന്നില്ല. അവൾ ഇങ്ങനെ പേടിക്കുന്ന കണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് എന്ത് പറ്റിയും ചോദിക്കുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് അതീതിനെ കൂട്ടി അവിടുന്ന് പോകുന്നുണ്ട്. വണ്ടിയിലിരുന്ന ശേഷം പെങ് അതീതിനോട് ആ ലേഡിയുടെ വീടിനടുത്ത് ഞാൻ മാർക്കിനെ കണ്ടു എന്ന് പറയുന്നു. അവൻ എന്താ വീണ്ടും നമ്മളെ ഫോളോ ചെയ്യാണോ എന്ന് അതീത് ചോദിക്കുമ്പോൾ നമ്മൾ എപ്പോൾ എവിടെ എന്തിനു വന്നെന്ന് മാർക്കിന് എങ്ങനെ അറിയാമെന്ന് പെങ് ചോദിക്കുന്നു. അതിൻ്റെ അർത്ഥം അവൻ നമ്മളെ ഫോളോ ചെയ്യായിരുന്നു എന്ന് അതീത് പറയുന്നു. ഇത് കേട്ട് പെങ് ഒരുപാട് പേടിക്കുന്നുണ്ട്. എന്താ നിനക്ക് പേടിയാകുന്നുണ്ടോ എന്ന് അതീത് ചോദിക്കുമ്പോൾ അവൾ അതേന്ന് പറയും. നെക്സ്റ്റ് സീനിൽ പെങ് അവളുടെ ഹോട്ടൽ റൂമിൽ ഇരിക്കുകയാണ്. ആരോ ഡോർ നോക്കിയെന്ന് കേൾക്കുമ്പോൾ അവൾ പേടിച്ച് പതുക്കെ വന്ന് ആരാണെന്ന് ചോദിക്കുന്നു. വെളിയിൽ അതീതാണെന്ന് അറിയുമ്പോൾ അവൾ ഡോർ തുറക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീ തിരിച്ചു പോയെന്ന് അവൾ പറയുന്നു. ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും, നിന്റെ കൂടെ ഇവിടെ താമസിക്കാം, സോഫയിൽ കിടന്ന് ഉറങ്ങിക്കൊള്ളാം എന്ന് അവൻ പറയുന്നു. അകത്ത് വന്ന ശേഷവും പെങ് നല്ല പേടിച്ചിട്ടായിരുന്നു. മാർക്കിനെ കുറിച്ച് അവൾ ആലോചിക്കുന്നു. ഇത് റിയലൈസ് ചെയ്യുമ്പോൾ അതീത് വന്ന് അവളെ ഹഗ് ചെയ്യുന്നുണ്ട്. സെയിം നൈറ്റ് പെങ് അതീതിനോട് എനിക്കൊരാളെ സംശയമുണ്ട്, പക്ഷേ ഞാൻ ആദ്യം കൺഫേം ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറയുന്നു.
നീ എങ്ങനെ കൺഫേം ചെയ്യുമെന്ന് അവൻ ചോദിക്കുമ്പോൾ പെങ് ഒരുപാട് പേടിക്കുന്നു. ഇത് കാണുന്ന അതീത്, നീ ഇപ്പോൾ പോയി റെസ്റ്റ് ചെയ്യൂ. നമുക്ക് 2 പേർക്കും കൂടി എന്തെങ്കിലും വഴി കണ്ടെത്താം. അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ നിനക്ക് വീണ്ടും അസുഖമാകുമെന്ന് അവൻ പറയുന്നു. ഞാൻ ഉറങ്ങുന്നവരെ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് അവൾ അവനോട് ചോദിക്കുന്നു. ഫുൾ നൈറ്റും നിന്റെ കൈ പിടിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ തയ്യാറാണെന്ന് അവൻ പറയുന്നുണ്ട്. പെങ് അവനോട് ഉറങ്ങാൻ പറയുന്നു. അവനും അവളുടെ കൂടെ അവിടെ കിടന്നു ഉറങ്ങുന്നു. പെങ് അവനെ കിടക്കുന്നുണ്ട്. അതീതിന്റെ മദർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നു. നീ കാരണം അതീതിന്റെ ലൈഫ് വീണ്ടും ഡേഞ്ചറിലാകും എന്നൊക്കെ പറഞ്ഞത്. ലാസ്റ്റ് അവനെ ഹഗ് ചെയ്ത് അവൾ ഉറങ്ങുന്നു. നെക്സ്റ്റ് മോർണിംഗിൽ അതീത് എണീക്കുമ്പോൾ പെങ്ങിനെ അവിടെയും കാണുന്നില്ല. അവൻ അവിടെ എല്ലാം പെങ്ങിനെ അന്വേഷിക്കുന്നുണ്ട്. ഇങ്ങനെ കുറെ അന്വേഷിച്ച് കഴിയുമ്പോൾ അവൻ മാർക്കിനെ കുറിച്ച് ഓർക്കുന്നു. അവനാകെ ഷോക്കാകുന്നുണ്ട്. അതേസമയം പെങ് മാർക്കിനെ കോൾ ചെയ്ത് നിന്നെ കണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു. ഞാനിപ്പോൾ വെളിയില്ല, 1 മണിക്കൂറിന് ശേഷം നമുക്ക് മീറ്റ് ചെയ്യാമെന്ന് അവൻ പറയുന്നു. എന്നാൽ അതുവരെ നിന്റെ റൂമിലിരുന്ന് ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിട്ടെന്ന് അവൾ ചോദിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ മാർക്കിന് എന്തോ സംശയം തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും അവൻ സമ്മതിക്കുന്നു. പെങ് മാർക്കിന്റെ റൂമിൽ വന്ന് അവിടെ എല്ലാം നോക്കുന്നു. അവളൊരു ക്യാമറ അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതേസമയം അതീത് ഇവിടെ പെങ്ങിനെ അന്വേഷിക്കുകയാണ്. അവൻ അവളെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പെങ് ആകട്ടെ എവിഡൻസ് കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു. അവിടെ എല്ലാം അവൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ കോൾസ് അവൾ ആൻസർ ചെയ്യുന്നില്ല. അപ്പോൾ മാർക്കിന്റെ ഡോറിൽ ആരോ നോക്ക് ചെയ്യുന്നു. അവൾ പേടിക്കുന്നുണ്ട്. 1 മണിക്കൂറായില്ല, പിന്നെ അവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് വന്നു എന്ന് അവൾ സ്വയം ചോദിക്കുന്നു. പോയി ഡോർ തുറന്ന് നോക്കുമ്പോൾ അത് മാർക്കല്ല, ഒരു വെയിറ്റർ ആയിരുന്നു. മാർക്ക് താങ്കൾക്ക് വേണ്ടി ഫുഡ് ഓർഡർ ചെയ്തെന്ന് പറയുന്നു. ഫുഡെല്ലാം വെച്ച ശേഷം വെയിറ്റർ അവിടെ നിന്ന് പോകുന്നുണ്ട്. പെങ് വീണ്ടും വന്ന് അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നു. മാർക്കിന്റെ റൂമിൽ നിന്ന് അവൾക്ക് ഒരു ഫോട്ടോ കിട്ടുന്നുണ്ട്. ആ ഫോട്ടോയിൽ മാർക്കിന്റെ ഷോൾഡറിൽ സെയിം ടാറ്റു കണ്ട് അവൾ ആകെ ഷോക്കാകുന്നു. തൻ്റെ മദറിന്റെ ലവർ മാർക്കായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എൻ്റെ മദറിന്റെ മർഡറർ മാർക്കാണെന്ന് അവൾ സ്വയം പറയുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കും തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. പെങ് അവിടെ വീണ്ടും സെർച്ച് ചെയ്യുന്നു. അവൾക്ക് അവിടുന്ന് അവളുടെ മദറിന്റെ ഫോട്ടോ കിട്ടുന്നുണ്ട്. അപ്പോഴേക്കും മാർക്ക് വന്ന് ഡോർ നോക്ക് ചെയ്യുന്നു. പക്ഷേ പെങ് ഒരുപാട് പേടിക്കുന്നുണ്ട്. അവൾ ഡോർ തുറക്കാതെ ആകുമ്പോൾ തൻ്റെ ചാവി കൊണ്ട് തുറന്ന് മാർക്ക് അകത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെയെല്ലാം നോക്കുന്നുണ്ട്. പെങ് പേടിച്ച് സൈഡിൽ ഒളിച്ചു നിൽക്കുകയാണ്. നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് മാർക്ക് പറയുന്നു. പക്ഷേ പെങ് മറുപടി ഒന്നും പറയുന്നില്ല. അവൻ റൂമിൽ വന്ന് അവൻ്റെ ഫോട്ടോ തിരിച്ചു വെക്കുന്നുണ്ട്. എനിക്കറിയാം നീ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് മാർക്ക് അവിടെയെല്ലാം പെങ്ങിനെ അന്വേഷിക്കുന്നു. പെങ് അപ്പോൾ അവൻ്റെ വാഷ്റൂമിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. അവൾക്ക് അതീതിൻ്റെ കോൾ വരുന്നു. അവൾ ആൻസർ ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അവൾ എല്ലാ കാര്യങ്ങളും അവനോട് പറയുന്നുണ്ട്. മാർക്കിന്റെ വീട്ടിൽ നീ ഇതിനെ ഒറ്റയ്ക്ക് പോയെന്ന് ചോദിച്ച് അവൻ അവളെ കുറെ വഴക്ക് പറയുന്നുണ്ട്. നീ ആദ്യം ഇവിടെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യൂ, പിന്നീട് വഴക്ക് പറയാൻ അവൾ അവനോട് പറയുന്നു. മാർക്കിന്റെ ഫ്ലോർ നമ്പറും റൂം നമ്പറും എനിക്ക് അയച്ചു തരാൻ അവൻ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ പോലീസിനെ കോൾ ചെയ്യാമെന്നും അവൻ പറയുന്നു. അവൾ അതെല്ലാം അവൻ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പെങ്ങിനെ കുറിച്ച് ആലോചിച്ച് അതീതിന് നന്നായി ടെൻഷനാകുന്നു. അവൻ പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേസമയം മാർക്ക് ഇവിടെ പെങ്ങിനെ വീട് മുഴുവൻ അന്വേഷിക്കുന്നു. ലാസ്റ്റ് അവൻ വന്ന് വാഷ്റൂം തുറക്കുന്നുണ്ട്. പെങ് ഷോക്കായിട്ട് അവനെ നോക്കുന്നു.